Good morning, Pradeep sir. Welcome to the show. US വിപണിയെ സംബന്ധിച്ച് വെള്ളിയാഴ്ചത്തെ സെഷനിൽ ഒരു പോസിറ്റീവ് നോട്ടിൽ തന്നെ വ്യാപാരം അവസാനിപ്പിക്കാൻ സാധിച്ചിരുന്നു. അതിന് തൊട്ടു മുൻപുള്ള സെഷനുകളിൽ ഉണ്ടായിട്ടുള്ള ഒരു ഇടിവിൽ നിന്ന് ഒരു പരിധിവരെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് US വിപണിയിൽ കഴിഞ്ഞിട്ടുണ്ട്. US വിപണിയെ സംബന്ധിച്ച് മുന്നോട്ടേക്കുള്ള സാറിൻ്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? സോ പ്രിയ അണ്ടർടോൺ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ആ ഒരു ലെവലിലോട്ട് തിരിച്ച് ഡൗ ജോൺസ് ഇൻഡെക്സ് എത്തിച്ചേരുമെന്ന് വിശ്വസിക്കുന്നു. നാസ്ഡാക്ക് ഇൻഡെക്സ് ഈ ആഴ്ചത്തെ വ്യാപാരത്തിൽ നമുക്ക് നേരിയ തോതിൽ ഒരു ഷോർട്ട് കവറിംഗ് കാണാൻ സാധിച്ചു. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ ശക്തമായിട്ടൊരു റെസിസ്റ്റൻസ് 19,600 പോയിന്റിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ വീണ്ടും ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി. അതോടൊപ്പം ഗോൾഡിലേക്ക് വരുന്ന സമയത്ത് 0.3% ഒരു നേട്ടത്തിൽ ട്രൈ ഔൺസിന് 2393.6 എന്നൊരു റേഞ്ചിലാണ് ഇപ്പോൾ ഗോൾഡ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗോൾഡിൽ സാറിൻ്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? സ്വർണത്തിന്റെ കേസിൽ കഴിഞ്ഞ ഒരാഴ്ചത്തെ ഒരു സെല്ലിംഗ് പ്രഷർ പ്രോഫിറ്റ് ബുക്കിങ്ങിന് ശേഷം വെള്ളിയാഴ്ച വീണ്ടും നമുക്കൊരു ഷോർട്ട് കവറിംഗ് കാണാൻ സാധിച്ചു. അതിനെ തുടർന്ന് നല്ലൊരു ബുള്ളിഷ് അസെറ്റ് ചെയ്തു വരുന്നുണ്ട്. നമ്മൾ ട്രേഡിംഗ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ $2,340 റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. ആ ഒരു റെസിസ്റ്റൻസിൽ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു $30-40 ചെയ്യാം. അങ്ങനെ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ $2,355 ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. അതോടൊപ്പം തന്നെ ആഭ്യന്തര വിപണിയുടെ പ്രകടനം വിലയിരുത്തുന്ന സമയത്ത് കഴിഞ്ഞ ഒരു 5 സെഷനിൽ ഉണ്ടായിട്ടുള്ള ഒരു ഇടിവിനെയൊക്കെ തന്നെ മറികടന്നുകൊണ്ട് 400 പോയിന്റിലധികം ഒരു നേട്ടത്തിലാണ് നിഫ്റ്റി കഴിഞ്ഞ സെഷനിൽ വ്യാപാരം അവസാനിപ്പിച്ചത്. 24,861 എന്നൊരു സർവകാല ഉയരത്തിലേക്ക് പോയതിനു ശേഷം 24,834 എന്നൊരു റേഞ്ചിലാണ് നിഫ്റ്റി വ്യാപാരം അവസാനിപ്പിച്ചത്. നിഫ്റ്റിയെ സംബന്ധിച്ച് സാറിൻ്റെ ഒരു വ്യൂ എന്താണ്? ഇന്നത്തെ വിപണിയിൽ പ്രധാനമായിട്ടും നിഫ്റ്റിയിൽ വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി 50യുടെ അണ്ടർടോൺ വീണ്ടും വളരെ ബുള്ളിഷായി മാറിയിട്ടുണ്ട്. നിഫ്റ്റി 50യുടെ കേസിൽ അടുത്തൊരു മേജർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 25,000 പോയിന്റ് ആയിരിക്കും. മൈ എക്സ്പെക്ടേഷൻ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യും. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 25,200, അതിനെ തുടർന്ന് 25,500 പോയിന്റ്. ആൻഡ് നിഫ്റ്റി 50ക്ക് വളരെ സ്ട്രോങ് ആയിട്ട് 24,000 പോയിന്റിലൊരു സപ്പോർട്ടുണ്ട്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രം ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. അറ്റ് ദിസ് പോയിന്റ് ഇൻ ടൈം എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് പൊസിഷൻസ് എടുക്കാനുള്ള അവസരങ്ങൾ തന്നെ ശ്രദ്ധിച്ചിരിക്കുക. ഷോർട്ട് പൊസിഷൻസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. നിഫ്റ്റി ബാങ്കും 400 പോയിന്റിന്റെ ഒരു നേട്ടത്തിൽ 51,295 എന്ന റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. തുടക്ക വ്യാപാരത്തിൽ ഒരു ഇടിവോട് കൂടിയിട്ടാണ് വ്യാപാരം ആരംഭിച്ചതെങ്കിൽ പോലും തുടർന്ന് 51,398 എന്നൊരു ഇൻട്രാഡേ ഹൈയിലേക്ക് ഉയരാൻ വേണ്ടി നിഫ്റ്റി ബാങ്ക് സൂചികയ്ക്കും സാധിച്ചിരുന്നു. നിഫ്റ്റി ബാങ്കിലുള്ള സാറിൻ്റെ ഒരു വ്യൂ എന്താണ്? ഇന്ന് പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ ഇൻഡെക്സ് കഴിഞ്ഞ ഒരു 2 ആഴ്ചകളായിട്ട് നിഫ്റ്റി 50 അണ്ടർ പെർഫോം ചെയ്യുകയായിരുന്നു. ബട്ട് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ അഗെയിൻ വളരെ ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് വെള്ളിയാഴ്ചത്തെ വ്യാപാരത്തിൽ കാണാൻ സാധിച്ചു. എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ദാറ്റ് കറക്ഷൻ ഫേസ് ഓഫ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് അവസാനിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ട്രേഡിംഗിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് അല്ല 51,400 പോയിന്റ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് 52,000, 52,400, 52,800 ആൻഡ് അതിനുശേഷം ഓൾ ടൈം ഹൈ ലെവൽ 53,357. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 50,390. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രം ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. ഇൻഫാക്ട് നിഫ്റ്റി ബാങ്കിങ് ഇൻഡെക്സിന്റെ കേസ് സംസാരിക്കുമ്പോഴേക്കും നിഫ്റ്റി ബാങ്കിങ് സെക്ടറിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് HDFC ബാങ്ക്. HDFC ബാങ്കിന്റെ കേസിൽ കഴിഞ്ഞ 2 ആഴ്ചകളായിട്ട് നല്ലൊരു ഹെൽത്തി കറക്ഷൻ ആയിരുന്നു നടന്നത്. വളരെ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് അവസരം ഫോം ചെയ്തു വന്നിട്ടുണ്ട്. ഇന്നത്തെ ട്രേഡിങ്ങിൽ നമ്മൾ 1,627 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് 1,655, അതിനുശേഷമുള്ള റെസിസ്റ്റൻസ് 1,700, 1,720. ആൻഡ് ഈ ഒരു ബുള്ളിഷ് സെറ്റപ്പ് ബ്രേക്ക് ചെയ്യപ്പെടണമെങ്കിൽ 1,575 രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടണം. Why look for rented homes when you can own one? Bank of Maharashtra brings you
Maha Super Home Loan, where you get a higher loan amount with low EMI for the attractive interest rate with long repayment period. Now you too can own your dream home. Just visit bankofmaharashtra.in today and make it happen. Bank of Maharashtra. एक परिवार, एक बैंक. യെസ് സർ, HDFC ബാങ്കിനെ കുറിച്ച് മെൻഷൻ ചെയ്തു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ICICI ബാങ്ക് അവരുടെ റിസൾട്ടുകൾ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ICICI ബാങ്കിനെ സംബന്ധിച്ച് അവരുടെ പ്രോഫിറ്റിൽ 14% ഒരു മുന്നേറ്റം ഇത്തവണ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 11,059 കോടി രൂപയായിട്ടാണ് ഇത്തവണ അവരുടെ നെറ്റ് പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം പരിശോധിക്കുമ്പോഴും 7% മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനിലോട്ട് വരുന്ന സമയത്ത് 4.78% നിന്നും 4.3% ഇത്തവണ ഒരു മാർജിനൽ ഡിക്ലൈൻ ആണ് ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എങ്കിൽ പോലും NPA കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഗ്രോസ് NPA 2.15% വളരെ നേരിയ തോതിൽ ഒരു കുറവ് രേഖപ്പെടുത്താൻ വേണ്ടി ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ബേസിസിൽ സാധിച്ചിട്ടുണ്ട്. നെറ്റ് NPA പരിശോധിക്കുന്ന സമയത്ത് എന്നാൽ ഒരു നേരിയ ഒരു വർധനമാണ് ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 0.42% നിന്നും 0.43% നെറ്റ് NPA രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം നോൺ ഇൻട്രസ്റ്റ് ഇൻകം പരിശോധിക്കുന്ന സമയത്തും 23.3% ഒരു വർധനവാണ് ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ICICI ബാങ്കിന്റെ റിസൾട്ടിനെ സർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഒപ്പം തന്നെ ICICI ബാങ്കിൽ നമ്മൾ പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ICICI ബാങ്കിങ് റിസൾട്ട്സിൽ അഗെയിൻ സർപ്രൈസസ് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല അലോങ് മൈ എക്സ്പെക്റ്റഡ് ലൈൻസ്. ആൻഡ് ICICI ബാങ്കിന്റെ കേസിൽ കറണ്ട് ലെവൽസിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ട്. കാര്യം എന്തെന്നാൽ കഴിഞ്ഞ 10 സെഷൻസ് ആയിട്ട് ഈ സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുകയായിരുന്നു. ഇതിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് ഇന്ന് ഫേസ് ചെയ്യാൻ പോകുന്ന 1,225 രൂപ. ആൻഡ് സപ്പോർട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്നത് 1,180 രൂപ. സോ ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ഓൾ ടൈം ഹൈ തന്നെ എക്സ്പെക്ട് ചെയ്യാം. ബട്ട് ബാങ്കിങ് മേഖലയിൽ എന്നെ ഏറ്റവും വളരെ അധികം നിരാശപ്പെടുത്തിയ ഒരു സ്റ്റോക്ക് IDFC ഫസ്റ്റ് ബാങ്ക്. സോ IDFC ഫസ്റ്റ് ബാങ്കിന്റെ റിസൾട്ടും കഴിഞ്ഞ വീക്കെൻഡിൽ വന്നിരുന്നു. നോട്ട് അറ്റ് ഓൾ അക്കോർഡിംഗ് ടു മൈ എക്സ്പെക്ടേഷൻസ്. ബട്ട് IDFC ഫസ്റ്റ് ബാങ്കിന്റെ കേസിലും കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് ഒരു സെല്ലിംഗ് പ്രഷർ നേരിടുകയായിരുന്നു. ആൻഡ് IDFC ഫസ്റ്റ് ബാങ്കിന്റെ കേസിൽ നമ്മുടെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ 70 രൂപയിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. പുതിയൊരു ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് അവസരം IDFC ഫസ്റ്റ് ബാങ്കിൽ അറ്റ് ദ മൊമെന്റ് കാണുന്നില്ല. ദോ ഈ ആഴ്ച നമുക്ക് ഒരുപക്ഷെ ഷോർട്ട് കവറിംഗ് കാണാൻ സാധിക്കും. യെസ്, IDFC ഫസ്റ്റ് ബാങ്കിനോടൊപ്പം തന്നെ പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെയും കൂടി റിസൾട്ടുകൾ വന്നിരുന്നു. പഞ്ചാബ് നാഷണൽ ബാങ്കിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 159% ഒരു വർധനവ് പ്രോഫിറ്റിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. വളരെ ശക്തമായിട്ടുള്ളൊരു മുന്നേറ്റം പ്രോഫിറ്റിൽ ഉണ്ടായിട്ടുണ്ട്. 1,255 കോടി രൂപയിൽ നിന്ന് 3,000 കോടിയിലധികം പ്രോഫിറ്റ് ഇത്തവണ ബാങ്കിന് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം പരിശോധിക്കുമ്പോഴും 10% വർധനവ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗ്രോസ് NPA പരിശോധിക്കുമ്പോഴും ഓൾമോസ്റ്റ് 5.73% നിന്ന് 4.98% ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ബേസിസിൽ കുറഞ്ഞിട്ടുണ്ട്. നെറ്റ് NPAയും ഒരു കുറവ് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇംപ്രസീവ് ആയിട്ടുള്ള റിസൾട്ട് പഞ്ചാബ് നാഷണൽ ബാങ്കിന് റിലീസ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ പഞ്ചാബ് നാഷണൽ ബാങ്ക് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ടു ബെയറിഷ് കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഈ ഒരു സ്റ്റോക്ക് കഴിഞ്ഞ ഒരു 5-6 മാസങ്ങളായിട്ട് ഓവറോൾ ബാങ്കിങ് സെക്ടർ അണ്ടർ പെർഫോം ചെയ്തു വരികയായിരുന്നു. എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ഇതിലൊരു ലോ റിസ്ക് ബൈയിങ് അവസരം കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മളൊരു അല്പം റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ കറണ്ട് ലെവൽസിൽ തന്നെ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കണം. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 110 രൂപയിലായിരിക്കണം നമ്മുടെ സ്റ്റോപ്പ്. ഈ സ്റ്റോക്ക് ആദ്യം ഫേസ് ചെയ്യാൻ പോകുന്ന റെസിസ്റ്റൻസ് 125 രൂപ, അതിനുശേഷം 132, അതിനുശേഷം 138. ആൻഡ് 138ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസത്തിൽ വന്ന മറ്റൊരു അപ്ഡേഷൻ എന്ന് പറയുന്നത് അൾട്രാടെക് സിമന്റ് ഇപ്പോൾ ഇന്ത്യ സിമന്റ്സിന്റെ സ്റ്റേക്ക് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നു. 32.72% സ്റ്റേക്ക് ആയിരിക്കും ഇവരിപ്പോൾ പർച്ചേസ് ചെയ്യുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. 3,954 കോടി രൂപയുടെ ഒരു ഇടപാടിൽ ഓഹരി ഒന്നിന് 390 രൂപ നിരക്കിലായിരിക്കും അൾട്രാടെക് സിമന്റ് ഇപ്പോൾ ഏറ്റെടുക്കുക എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഈ ഒരു ഏറ്റെടുക്കൽ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇന്ത്യ സിമന്റ്
ഓൾമോസ്റ്റ് ഒരു 55% ഒരു സ്റ്റേക്ക് ഇപ്പോൾ അൾട്രാടെക് സിമെന്റിന്റെ കയ്യിലുണ്ടായിരിക്കും. ഈ രണ്ട് സ്റ്റോക്കുകളിൽ നമുക്കിപ്പോൾ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? പ്രിയ, ഈ ഒരു ടേക്ക് ഓവർ നടക്കുമെന്നുള്ള ഒരു എക്സ്പെക്ടേഷൻസിൽ ഇന്ത്യ സിമെന്റിൽ ഓൾറെഡി കഴിഞ്ഞ ഒരു 2-3 ആഴ്ചകളായിട്ട് നമുക്ക് ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇലക്ഷൻ്റെ ദിവസം ഈ സ്റ്റോക്കിന്റെ ലോവസ്റ്റ് പ്രൈസ് ലെവലിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 172 രൂപയായിരുന്നു. ആൻഡ് വെള്ളിയാഴ്ച ക്ലോസിംഗ് ലെവലാകുന്ന സമയമാകുമ്പോഴേക്കും 376 രൂപയിലായിരുന്നു ഇന്ത്യ സിമെന്റ് ട്രേഡിംഗ് നടത്തി വന്നത്. സോ ഇന്ത്യ സിമെന്റിന്റെ കേസിൽ അണ്ടർടോൺ വളരെ സ്ട്രോങ്, വളരെ ബുള്ളിഷായി തന്നെ കാണുന്നുണ്ട്. അറ്റ് ദ മൊമെന്റ് ഈ കറന്റ് ലെവൽസിൽ ഒരു പുതിയ ബൈയിങ് ഓപ്പർച്യൂണിറ്റി എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇതിന്റെ ബൈബാക്ക് നടക്കാൻ പോകുന്ന 390 രൂപയിലായിരിക്കും. ആൻഡ് ഓൾറെഡി നമ്മൾ 376 രൂപ വരെ എത്തിക്കഴിഞ്ഞു. സോ ഇന്ത്യ സിമെന്റിന്റെ കേസിൽ ഇന്ന് നമുക്കൊരു ഒരുപക്ഷെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് കാണാൻ സാധിക്കും. സോ അതൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമ്മൾ ഉപയോഗിക്കരുത്. ഓൺ ദി അതർ ഹാൻഡ് നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക. 390 അല്ലെങ്കിൽ അതിൻ്റെ മുകളിലോട്ട് സ്റ്റോക്ക് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു സെൽ ആൻഡ് ബൈ ബാക്ക് അവസരം ലഭിക്കുന്നതായിരിക്കും. അൾട്രാടെക് സിമെന്റിന്റെ കേസിലും ഇന്ന് നമുക്ക് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നെ കാണാൻ സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബട്ട് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നടക്കാതെ ഒരു സ്റ്റഡി ഓപ്പണിംഗ് ആണെങ്കിൽ നമുക്ക് ഇന്ന് ശ്രദ്ധിച്ചിരിക്കാവുന്ന ഒരു റെസിസ്റ്റൻസ് ലെവൽ 11,750 ലെവൽ. 11,750യുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിന്റെ അടുത്ത മേജർ റെസിസ്റ്റൻസ് 12,000, അതിനുശേഷം 12,500 ആയിരിക്കും. ആൻഡ് നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 11,200 ലെവലിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. യെസ്, ഏതായാലും പ്രേക്ഷകരുടെ ക്വരീസ് ഒക്കെ തന്നെ അഡ്രസ്സ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അതിലൊരു പ്രേക്ഷകൻ ആദ്യമായി ചോദിച്ചിരിക്കുന്നത് ടാറ്റ സ്റ്റീലിലുള്ള സാറിൻ്റെ വ്യൂ ആണ്. കഴിഞ്ഞൊരു സെഷനിൽ ടാറ്റ സ്റ്റീലിനെ സംബന്ധിച്ച് 3% ഒരു നേട്ടത്തിൽ 162 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ ടാറ്റ സ്റ്റീൽ ലോങ് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ്, ബട്ട് ഷോർട്ട് ടേം ട്രെൻഡിൽ ഒരു അല്പം വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. അറ്റ് ദ മൊമെന്റ് എനിക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. ബട്ട് കഴിഞ്ഞ ഒരു 10-12 സെഷൻസിലെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സെല്ലിങ്ങിനെ തുടർന്ന് നമുക്ക് ഈ ആഴ്ച ഒരു ഷോർട്ട് കവറിങ് എക്സ്പെക്ട് ചെയ്യാം. ഷോർട്ട് കവറിങഗ് നടക്കുന്നുണ്ടെങ്കിൽ ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ റെസിസ്റ്റൻസ് 170, അതിനെ തുടർന്ന് 178. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 148 രൂപയിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. അതോടൊപ്പം റാഷിദ് എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് SJVN-ഉമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. കഴിഞ്ഞ സെഷനിൽ 5% ഒരു മുന്നേറ്റം ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തി. അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി വെരി ബുള്ളിഷ്. വെള്ളിയാഴ്ചത്തെ ട്രേഡിംഗിൽ നമുക്ക് SJVN-ന്റെ കേസിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് കാണാൻ സാധിച്ചെങ്കിലും ആ ഒരു ഗെയിൻസ് ഒന്നും ഈ സ്റ്റോക്കിന് നിലനിർത്താൻ സാധിച്ചില്ലായിരുന്നു. സോ ഈ സ്റ്റോക്കിന്റെ ആദ്യത്തെ ഒരു മേജർ റെസിസ്റ്റൻസ് 161 ആയിരിക്കും. 161ന്റെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിലെ പുതിയൊരു ഓൾ ടൈം ഹൈ നമുക്ക് കാണാൻ സാധിക്കും. നിലവിലുള്ള ഒരു ഓൾ ടൈം ഹൈ ലെവൽ എന്ന് പറയുന്നത് 170 രൂപ 50 പൈസ. പുതിയ ലോങ് പൊസിഷൻസ് കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ യുവർ ലോങ് പൊസിഷൻ. മുഹമ്മദ് ജസീൽ എന്ന പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ഇന്ത്യൻ ഓയിലുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. കഴിഞ്ഞൊരു സെഷനിൽ 0.17% ഒരു ഇടിവിൽ 176 രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സോ ഇന്ത്യൻ ഓയിൽ ലോങ് ടേം ട്രെൻഡ് വളരെ ബുള്ളിഷ് ആണെങ്കിൽ പോലും കഴിഞ്ഞ മാർച്ച് മാസത്തിന് ശേഷം ഇതൊരു കൺസോൾട്ടേഷൻ ഫേസിലോട്ട് നീങ്ങിയിട്ടുണ്ട്. ഈ സ്റ്റോക്കിന്റെ മേജർ റെസിസ്റ്റൻസ് 180 രൂപയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഇന്ത്യൻ ഓയിലിൽ മാത്രമല്ല, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം, ഈ 3 ഓയിൽ മാർക്കറ്റിംഗ് സ്റ്റോക്സിലും ബുള്ളിഷ് സെറ്റപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ ക്ലോസ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കുക. 180 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് 190, അതിനെ തുടർന്ന് 200. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ബ്ലൂ സ്റ്റാറുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. കഴിഞ്ഞൊരു സെഷനിൽ 3% നേട്ടത്തിൽ 1713 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. പ്രിയ, ഞാൻ ബ്ലൂ സ്റ്റാറിലോട്ട് വരുന്നതിന് മുൻപ് ചെന്നൈ പെട്രോളിയത്തിനെ കുറിച്ച് പറയാൻ മറന്നുപോയി. ചെന്നൈ പെട്രോളിയത്തിന്റെ കേസിൽ നല്ലൊരു ലോ റിസ്ക് ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്ത് വരുന്നുണ്ട്. ഈ സ്റ്റോക്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 1040, അതിനുശേഷം 1080, 1120, 1160. നമ്മൾ അങ്ങനെ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 948 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ബ്ലൂ സ്റ്റാറിന്റെ കേസ് എടുക്കുമ്പോഴേക്കും ബ്ലൂ സ്റ്റാർ
അണ്ടർടോൺ ഇസ് വെരി വെരി ബുള്ളിഷ്. വളരെ സ്ട്രോങ് ആയിട്ട് ഒരു സപ്പോർട്ട് 1550 രൂപയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ഒരു ഷോർട്ട് ടേം ട്രേഡിന് ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 1725 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് 1800. അതിനുശേഷം കാണുന്ന മേജർ റെസിസ്റ്റൻസ് ഇതിന്റെ ഓൾ ടൈം ഹൈ 1897 രൂപ. അതോടൊപ്പം ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് GMR എയർപോർട്ടുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. കഴിഞ്ഞൊരു സെഷനിൽ 3% നേട്ടത്തിൽ 97 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. So GMR undertone continues to be very very bullish and കഴിഞ്ഞ ഒരു 2-3 ആഴ്ചത്തെ ഒരു കൺസോൾട്ടേഷൻ കറക്ഷന് ശേഷം വെള്ളിയാഴ്ചത്തെ ട്രേഡിങ്ങിൽ നമുക്ക് വീണ്ടും ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചിരുന്നു. ഈ സ്റ്റോക്കിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് കാണുന്നത് 103 രൂപയിലാണ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേമിൽ ഈ സ്റ്റോക്കിൽ ഒത്തിരി നേട്ടം എക്സ്പെക്ട് ചെയ്യാം. കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട സ്റ്റോപ്പ് ലോസ് ലെവൽ 88 രൂപ. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ഫെഡ് ബാങ്ക് ഫിനാൻഷ്യൽ സർവീസസുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. കഴിഞ്ഞൊരു സെഷനിൽ 122 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ ഫെഡ് ഫിന ലിസ്റ്റിങ്ങിന് ശേഷം തുടർച്ചയായിട്ട് ഒരു സെല്ലിംഗ് പ്രഷർ ആയിരുന്നു നേരിട്ടത്. ബട്ട് ജൂൺ 4 ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം ഈ സ്റ്റോക്കിൽ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അറ്റ് ദ മൊമെന്റ് ലോങ് ടേം ട്രെൻഡ് ബെയറിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ്. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ബൈയിങ് ട്രിഗർ ലഭിക്കണമെങ്കിൽ 128 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് 132 ആയിരിക്കും. 132ന്റെ റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു ബൈയിങ് ഇൻട്രസ്റ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഫെഡ് ഫിന ലിസ്റ്റ് ചെയ്ത ഏകദേശം അതേ സമയത്തായിരുന്നു തൃശൂർ ബേസ്ഡ് ഈസാഫ് ഫൈനാൻസ് സ്മോൾ ഫൈനാൻസ് ബാങ്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. ഈസാഫ് സ്മോൾ ഫൈനാൻസ് ബാങ്കിന്റെ കേസിലും വലിയ തോതിൽ ഒരു സെല്ലിംഗ് ആയിരുന്നു ലിസ്റ്റിംഗിന് ശേഷം നമുക്ക് കാണാൻ സാധിച്ചത്. എനിക്ക് തോന്നുന്നത് നമ്മൾ ആ ഒരു സെല്ലിംഗ് ഫേസിന്റെ അവസാനത്തെ സ്റ്റേജിലോട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഈസാഫ് ഫൈനാൻസ് ബാങ്ക് നമ്മുടെ റഡാറിലോട്ട് കൊണ്ടുവരണം. 54-55 രൂപയുടെ റെസിസ്റ്റൻസ് ആയിരിക്കാം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈസാഫ് സ്മോൾ ഫൈനാൻസ് ബാങ്കിലും വലിയൊരു മുന്നേറ്റം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. കഴിഞ്ഞ സെഷനിൽ 3% നേട്ടത്തിൽ 310 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ BLന്റെ കേസിൽ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡിൽ ഒരു അല്പം വീക്ക്നെസ്സും കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ആഴ്ചത്തെ ട്രേഡിംഗിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു മേജർ റെസിസ്റ്റൻസ് 318 രൂപയായിരിക്കും. 318-320ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഈ സ്റ്റോക്കിൽ വലിയൊരു കുതിപ്പ് എക്സ്പെക്ട് ചെയ്യാം. കൈവശം ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 280 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. സത്യജിത്ത് എന്ന് പറഞ്ഞൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് HBL പവർ സിസ്റ്റംസുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. കഴിഞ്ഞ സെഷനിൽ 629 രൂപയിലാണ് ഈ ഒരു സ്റ്റോക്ക് ക്ലോസ് ചെയ്തത്. സോ ഇതിന്റെ ഒരു അണ്ടർടോൺ നോക്കുമ്പോഴേക്കും വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ഇറ്റ്. 510 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ സ്റ്റോക്ക് ഈ ആഴ്ചത്തെ ട്രേഡിംഗിൽ ഫേസ് ചെയ്യാൻ പോകുന്ന റെസിസ്റ്റൻസ് 616 രൂപയിലായിരിക്കും. ആ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ പുതിയൊരു ഓൾ ടൈം ഹൈ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നിലവിലുള്ള ഒരു ഓൾ ടൈം ഹൈ 667 രൂപയിലാണ് കാണുന്നത്. ഒരു പ്രേക്ഷക ചോദിച്ചത് ബോർഡൽ കെമിക്കൽസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. കഴിഞ്ഞൊരു സെഷനിൽ 7% ഒരു നേട്ടത്തിൽ 82 രൂപ 17 പൈസ എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത്. സോ ബോർഡൽ കെമിക്കൽസ് ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആയിട്ടാണ് കാണുന്നത്. ആൻഡ് ഈ ഒരു സ്റ്റോക്ക് കഴിഞ്ഞ ഒരു 1-1.5 വർഷമായിട്ടൊരു സൈഡ് വേസ് കൺസോൾട്ടേഷൻ ഫേസിലായിരുന്നു. ആൻഡ് ഈ സ്റ്റോക്കിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് സപ്പോർട്ട് കാണാൻ സാധിക്കുന്ന 64 രൂപയിൽ. കഴിഞ്ഞ 3 സെഷൻസിൽ ഈ സ്റ്റോക്കിൽ നല്ലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ഫോം ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റോക്കിൽ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ ഫൈനാൻഷ്യൽസ് ആദ്യം തന്നെ ഒന്ന് സ്റ്റഡി ചെയ്യുക. സ്റ്റോക്കിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് ഇത് ഫേസ് ചെയ്യാൻ പോകുന്ന 85 രൂപയിൽ. 85ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് 90-ലും അതിനുശേഷം 95-ഉം പിന്നീട് ഇതിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നത് 101 രൂപയിലായിരിക്കും. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് IREDAയുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. കഴിഞ്ഞൊരു സെഷനിൽ 1.5% നഷ്ടത്തിൽ 258 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ IREDA അണ്ടർടോൺ ബുള്ളിഷ് ആയി തന്നെ തുടരുന്നുണ്ട്.
ആൻഡ് അറ്റ് ദ മൊമെന്റ് ഇതിന്റെ ഒരു ഷോർട്ട് ടേം ട്രെൻഡിൽ അല്പം പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ടെങ്കിൽ അണ്ടർടോൺ ലോങ് ടേം ട്രെൻഡ് കണ്ടിന്യൂസ് ടു ബി ബുള്ളിഷ്. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ട സപ്പോർട്ട് ലെവൽ 230 രൂപ. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രം ലോങ് പൊസിഷൻസ് ക്ലോസ് ചെയ്യാൻ നോക്കുക. ഇതിൽ നമുക്കൊരു പുതിയ ബൈയിങ് ട്രിഗർ ലഭിക്കണമെങ്കിൽ 284 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് ഇതിന്റെ ഓൾ ടൈം ഹൈ 310 രൂപയിലായിരിക്കും. അതോടൊപ്പം തന്നെ ഒരു പ്രേക്ഷകൻ PB ഫിൻടെക്കുമായി ബന്ധപ്പെട്ട വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞൊരു സെഷനിൽ 1.5% നേട്ടത്തിൽ 1498 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ PB ഫിൻടെക് അണ്ടർടോൺ വളരെ ബുള്ളിഷ് ആയി തന്നെ തുടരുന്നുണ്ട്. ഇൻഫാക്ട് ഈ സ്റ്റോക്ക് ഇതിന്റെ ഓൾ ടൈം ഹൈ ലെവലിന്റെ അടുത്ത ട്രേഡിംഗ് നടത്തി വരുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ഇറ്റ്. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ആദ്യത്തെ ഒരു മേജർ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന 1513 ആയിരിക്കും. ആ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് 1575, അതിനെ തുടർന്ന് 1640. ഒരു പ്രേക്ഷകൻ IRB ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് ചോദിച്ചത്. 1% നേട്ടത്തിൽ 66 രൂപയിലാണ് കഴിഞ്ഞ സെഷനിൽ ക്ലോസ് ചെയ്തത്. IRB ഇൻഫ്ര ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡിൽ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. ഇതും ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആയിട്ടാണ് വിലയിരുത്തേണ്ടത്. ഈ സ്റ്റോക്കിൽ പുതിയൊരു ബൈയിങ് ഇൻട്രസ്റ്റ് വരണമെങ്കിൽ ഈ സ്റ്റോക്ക് 70 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. ഒരു പ്രേക്ഷകൻ സൽസാർ ടെക്നോവുമായി ബന്ധപ്പെട്ട വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞൊരു സെഷനിൽ 0.39% ഇടിവിൽ 17 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സൽസാർ ഇലക്ട്രോണിക്സ് അണ്ടർടോൺ ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്കിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ ഓൾ ടൈം ഹൈ ലെവൽ 980 രൂപയ്ക്ക് അടുത്ത്. ആൻഡ് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു ഓൾ ടൈം ഹൈ തന്നെ ഈ സ്റ്റോക്കിൽ എക്സ്പെക്ട് ചെയ്യാം. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 830 റുപ്പീസിൽ നമ്മളൊരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് നമുക്ക് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ, ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന്. Why just dream about a car when you can own one? Bank of Maharashtra brings you Maha Super Car Loan, where you get instant hassle-free loans at attractive interest rate, and all this with no prepayment penalty, no hidden charges. So don't wait. Apply for Maha Super Car Loan today and hit the road with confidence. Just visit bankofmaharashtra.in today and make it happen. Bank of Maharashtra. एक परिवार, एक बैंक.